നമ്മളെ ഫസ്റ്റ് ലോങ് വീഡിയോ വ്ളോഗാണ്. ഇങ്ങനെ മലയാളത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഫിറ്റ്നസ് വ്ളോഗുകൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനൊന്ന് യൂട്യൂബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നോമ്പാണ് രീതി നമ്മൾ വർക്കൗട്ടിന് റെസ്റ്റ് ഒന്നും കൊടുക്കണില്ല. കഴിഞ്ഞ കൊല്ലമല്ല, 1-2 കൊല്ലം മുമ്പൊക്കെ നോമ്പാകുമ്പോൾ നോർമലി ജിമ്മൊക്കെ നിർത്തലേനു. അതായത് നമ്മൾ ഫുഡൊന്നും വല്ല ചെല്ലണില്ലല്ലോ, വെള്ളമൊന്നും വല്ല ചെല്ലണില്ലല്ലോ. അപ്പോൾ ആ ഒരു മന്ത് റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിലേനു. പിന്നെ കഴിഞ്ഞ കൊല്ലം വർക്കൗട്ട് ചെയ്ത് നോക്കി നോമ്പിന് തന്നെ. ഒരു വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എങ്ങനെ പ്ലാൻ വെച്ചാൽ വർക്കൗട്ട് ഇപ്പോൾ ഓഫീസിൽ നിന്ന് വരികയാണ് നേരെ 5 മണി, ഏകദേശം ഒരു 4:45 ആയിട്ടുള്ളൂ. ഒരു 5 മണി 5:30 ആകുമ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ഗ്രൗണ്ടിലാണ്, നമ്മൾ ഓട്ടത്തിൻ്റെ വർക്കൗട്ടാണ്, സ്പ്രിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ ഒരു 5-5:30 ആകുമ്പോഴത്തേന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ബാങ്ക് കൊടുക്കാനൊക്കെ ആവില്ലേ, ആ ഒരു ടൈമിൽ വീട്ടിൽ എത്തുന്ന രീതിയിൽ ഒരു 6 മണിയാകുമ്പോൾ വർക്കൗട്ട് നിർത്തി, 6-6:15 വർക്കൗട്ട് നിർത്തി ഒരു 6:30 ആകുമ്പോൾ വീട്ടിൽ എത്തുന്ന രീതിയിൽ. ഇത് മറ്റേ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സാധാരണ ഞാൻ ഇൻസ്റ്റാഗ്രാമിലത്തെ റീലൊക്കെ ഇടുമ്പോൾ നമ്മൾ കുറേ ഹുക്കും ഓരോ ഫ്ലാഷ് എഡിറ്റും മ്യൂസിക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് അങ്ങനൊന്നും ഇല്ലാതെ, ആൾക്കാർ അറ്റൻഷൻ സ്പാനൊന്നും കൊളാക്കാതെ ലോങ് വീഡിയോസ് അൺഎഡിറ്റഡ്, അതായത് ജസ്റ്റ് ഇടയിൽ എന്തെങ്കിലും കട്ടിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഫ്ലാഷ് എഡിറ്റുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും അറ്റൻഷൻ സ്പാനുള്ളവർക്ക് കണ്ടിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. അങ്ങനത്തെവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് തന്നെ, ഇങ്ങനത്തെ വീഡിയോസ്. പിന്നെ ഈ വർക്കൗട്ട് ചെയ്യുന്ന ടൈം ഒക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ആട്ടോ. ഇപ്പോൾ നോമ്പ് തുറന്നിട്ട് വർക്കൗട്ട് ചെയ്യണവരുണ്ട്, നോമ്പ് തുറന്നിട്ട് അതിൻ്റെ ശേഷം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി സുഖം ഉണ്ടാകും. അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാണ്ട് പിന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നല്ല ഹെവി ആയിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് വിചാരിച്ചത്. വർക്കൗട്ട് ചെയ്ത് നോമ്പ് തുറക്കാനാകുമ്പോൾ വീട്ടിലെത്തി ഫുഡ് കഴിക്കുക. അങ്ങനെ അതാകുമ്പോൾ പിന്നെ ആ ക്ഷീണം ഫുഡ് കഴിക്കുന്നതോട് കൂടി മാറുമല്ലോ. പറയണത് കേൾക്കുന്നുണ്ടോ അറിയില്ല, ആകെ വണ്ടികൾ അങ്ങോട്ട് കൊണ്ട് പോകുന്നുണ്ട്. വണ്ടികളെ സൗണ്ട് കേൾക്കാനാണ് മെയിൻ റോഡിൽ നിന്ന് ഇടവഴി കൂടെ കയറിയത്. അപ്പോൾ ഇതിൽ കൂടെ ഫുള്ള് ആൾക്കാരും പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു മാസം മഞ്ഞപ്പിത്തൊക്കെ ആയതുകൊണ്ട് ഹെവി ലെവൽക്കൊന്നും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ ഒരു തുടങ്ങി ഇങ്ങനെ വരുന്നുള്ളൂ. ഫുൾ ബോഡിയൊക്കെ ജിമ്മിലാണെങ്കിൽ ഫുൾ ബോഡിയൊക്കെ ചെയ്ത്, ഓട്ടാണെങ്കിലും ചെറിയ രീതിയിൽ സ്ട്രൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹെവി വർക്കൗട്ടൊന്നും എത്തിയിട്ടില്ല. പതുക്കെ ഇങ്ങനെ കൊണ്ടുവരണം. പിന്നെ മൈക്കിൻ്റെ ഒരു പരിമിതി ഉണ്ടാവും. നോയിസ് ക്യാൻസലേഷനുള്ള മൈക്കൊന്നും ഇല്ല ഇപ്പോൾ കയ്യിൽ, വയർലെസ് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഉണ്ടാവും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ ലെവലപ്പ് ആവണതിനനുസരിച്ച് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, നല്ല മൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങും. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഗ്രൗണ്ടിലെത്തി. ഇവിടെ നോമ്പായതുകൊണ്ട് തോന്നുന്നുണ്ട് കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ല, ഫുള്ള് കാലിയാണ്. അപ്പോൾ അസർ നിസ്കരിച്ചിട്ടില്ല, പള്ളിയിൽ പോയിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് കാര്യമായിട്ടൊന്നും ചെയ്യണില്ല, ഒരു 1/2 മണിക്കൂർ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്ട്രൈഡും വാമപ്പും 1-2 ഓട്ടം ഓടും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഗ്രൗണ്ടിലല്ല നോർമലി വർക്കൗട്ട് ചെയ്യൽ. അവിടെ ഒരു ഹില്ലിൻ്റെ ടോപ്പിലുള്ള NSS കോളേജ് ഗ്രൗണ്ട് പറഞ്ഞാൽ അവിടെയാണ് വർക്കൗട്ട് ചെയ്യൽ. പക്ഷെ ഇവിടുന്നാണ് നമുക്ക് വർക്കൗട്ട് കഴിഞ്ഞ് ബസ് കയറി പോകണമെങ്കിൽ ഇവിടുന്ന് സുഖം. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് മിസ്റ്റേക്കുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. കാരണം ഇങ്ങനത്തെ വ്ളോഗും ഡയറക്റ്റ് ക്യാമറയ്ക്ക് വർത്താനം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ടാക്കി വലിയ ശീലമല്ല. നോർമലി കുറേ B-roll വീഡിയോസ് എടുക്കും. ചെറിയ നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യണത്, ഇങ്ങനെ ഡമ്പൽ പൊന്തിക്കുന്നതും ഓടുന്നതും അങ്ങനത്തെ ചെറിയ ഷോട്ടുകൾ എടുത്തുകൊണ്ട് അതിൻ്റെയൊക്കെ എഡിറ്റ് വീഡിയോ ഉണ്ടാക്കിയാണ്ടാണ് ശീലം. ഇങ്ങനത്തത് ഫസ്റ്റാണ്, ലോങ് വീഡിയോ ഫസ്റ്റാണ്. ചെറുതൊക്കെ ചെയ്തിന് റീലായിക്കണ്ട്. അപ്പം മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യാറുണ്ട് എന്താ വെച്ചാൽ, നമുക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കണമല്ലോ. ഇപ്പോൾ ഒരു റീലിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം അപ്പോൾ നമുക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുക. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അത് തന്നെ ഓല് ഫുള്ള് കാണില്ല. അതിന് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ആൾക്ക് ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഓലും അറ്റൻഷൻ സ്പാനൊന്നും ഇല്ലാത്ത ആൾക്കാർ കയറും. അപ്പോൾ ശരിക്കും ഇതിനോട് താല്പര്യമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അറ്റൻഷൻ സ്പാനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, ലൈഫൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, വർക്കൗട്ട് കാര്യങ്ങൾ പഠിക്കാൻ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും. അങ്ങനത്തെവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങാൻ വിചാരിച്ചത്. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിനാണ് ഭയങ്കര പ്രാധാന്യം കൊടുത്തിരുന്നത്. അങ്ങനെ കുറച്ച് കാലം മഞ്ഞപ്പിത്തൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറേ ചിന്തിച്ചു. അപ്പോൾ
ഇനി യൂട്യൂബ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ലോങ് ആയി അൺഎഡിറ്റഡ് ആയിട്ട് അത് അതിനും കഴിയണോല് മാത്രമേ കാണുള്ളൂ. പള്ളിയിൽ പോയി വന്നു. ഇനി ഒന്ന് ഡ്രസ്സ് മാറ്റുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ജോഗിങ്ങാണ് ചെയ്യണത്. ഒരു 2 റൗണ്ട് സ്ലോ പേസിൽ നമ്മൾ ജോഗ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എ സ്കിപ്പും ബി സ്കിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്യും. എന്നിട്ടൊരു 100 മീറ്ററും 200 മീറ്ററും അത്രേ ഉള്ളൂ. ചെറിയൊരു ജോഗ് ചെയ്യാം. ഇപ്പം എങ്ങനെയാണ് പ്ലാൻ ഉള്ളത്? ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 2 ഉണ്ടാവുള്ളൂ. 2 ദിവസം ജിമ്മിൽ പോവാം, 4 ദിവസം 3 ദിവസം ഗ്രൗണ്ടിൽ ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്യാം. നോമ്പ് കഴിയണം വരെ കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഒരു +2 കഴിഞ്ഞ ടൈമിൽ ഫസ്റ്റായിട്ട് വർക്കൗട്ടൊക്കെ തുടങ്ങുന്ന ടൈമിൽ ആദ്യം ഭയങ്കര മറ്റേ ബോഡി ബിൽഡിങ് ഫോക്കസ്ഡ്. ബോഡി ബിൽഡിങ് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ബൾക്ക് ചെയ്യുക, കട്ട് ചെയ്യുക, അതുപോലെ ഫുള്ള് ജിമ്മ്, എന്താണ് പ്രോട്ടീന്, ജിമ്മ്, ബോഡി ഉണ്ടാക്കുക, സൈസ് കൂടുക, വെയിറ്റ് കൂടുക എന്നൊക്കെയുള്ള ഒരു മൈൻഡിൽ വരും. പിന്നെ കുറച്ച് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടൊരു മാരത്തോണിന് കൂടി. ഫസ്റ്റ് തന്നെ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ നേരെ ഓടുന്നത് ഹാഫ് മാരത്തോണാണ്, 21 കിലോമീറ്റർ. അതിലെനിക്ക് ഓട്ടത്തിൻ്റെ പെയിനും അതിൻ്റെ ഒരു രസം മനസ്സിലായി. ഇന്ന് ഈ ഒരു ടൈമിൽ ക്രിയാറ്റിന് ഞാൻ എടുക്കണില്ല. വെള്ളം കൂടി ഭയങ്കര കുറവാണ്. കുറവ് പറഞ്ഞാൽ നമുക്ക് ആ 2 നേരത്തിനുള്ളിൽ മാക്സിമം കുടിക്കാൻ പറ്റുന്നത് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ചായിട്ട് ക്രിയാറ്റിന് എടുക്കണില്ല. ഡീഹൈഡ്രേഷൻ നല്ല ഉണ്ടാവും, അതുകൊണ്ട് മാക്സിമം വെള്ളം കുടിക്കണം. പിന്നെ അങ്ങനെ ഹെവി വർക്കൗട്ടൊന്നുമില്ല, ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള വർക്കൗട്ട് മാത്രമേ ഉള്ളൂ. വർക്കൗട്ട് അപ്പോൾ 2 റൗണ്ട് ചെറുതായിട്ട് ജോഗ് ചെയ്തു. ഇനി ഒന്ന് സ്ട്രെച്ച് ചെയ്യണം, എല്ലാ മസിലൊന്ന് ജസ്റ്റ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ജിമ്മിൽ പോയിട്ട് ശനിയാഴ്ച ലെഗ് ഡേനും നല്ല വേദന ഉണ്ട്, ചന്തിയൊക്കെ വേദന ഉണ്ട്, അതുമാതിരി ഹാംസ്ട്രിങ്സും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. മെയിനായിട്ട് ഈ ലെഗിൻ്റെ ഏരിയാസ് ഉണ്ടല്ലോ, ഈ ജോയിൻറ്റുകൾ, അതേമാതിരി ഹാംസ്ട്രിങ്സ്, പിന്നെ ഈ ഭാഗങ്ങൾ, ലെഗിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഓട്ടത്തിനായതുകൊണ്ട് മെയിനായിട്ട് അതാണ് യൂസ് ചെയ്യുക. അപ്പോൾ അവിടെയാണ് കൂടുതലും സ്ട്രെച്ച് ചെയ്യണത്. അതേമാതിരി നമ്മളെ ഷോൾഡർ, നമ്മൾ സ്പ്രിൻ്റ് ചെയ്യുമ്പോൾ ഈ ആക്ഷൻ വരില്ലോ, അപ്പോൾ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ലൂസാക്കണം. പിന്നെ ഈ ആംഗിൾസ്, ഹിപ്പ് നല്ല രീതിയിൽ ലൂസാക്കണം. ഇവിടെ സ്കൂളിൽ സ്പോർട്സ് ഒക്കെ നടന്നപ്പോൾ അപ്പോൾ ഓല് ഇട്ട ലൈൻ ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സുഖമായി. ഞാനൊന്ന്
ഒരു 100 അങ്ങോട്ടും ഒരു 100 ഇങ്ങോട്ടും ചെറിയ സ്പീഡിലൊന്ന് സ്ട്രൈഡ് ചെയ്ത് വരാം. ഒന്ന് ഫുള്ളൊന്ന് വാമായി. പിന്നെ പോരാത്തിന് പുറത്ത് നല്ല ചൂടുമാണ്. ഇപ്പം ഞാൻ സ്പൈക്കൊക്കെ കൊടുന്നിരുന്നു, സ്പൈക്ക് ഇടുന്നില്ല. സ്പൈക്ക് ഇടാനുള്ള ഇതില്ല. സ്പൈക്ക് ഇട്ടാണ്ട് അത്രയും എഫേർട്ട് ഇട്ട് ഓടാനുള്ള എനർജി ഇല്ല. അപ്പോൾ ഒന്ന് നമ്മളെ സ്പീഡ് ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതന്നെ ഒന്ന് ഇട്ടാണ്ട് ഓടുക. ഒരു 100 ഒരു 200. വാമപ്പ് ചെയ്യണോണ്ടേ, വാമപ്പ് ചെയ്യുന്ന ടൈമിൽ ലേസൊന്നും മര്യാദ കിട്ടിയിട്ടില്ല. അപ്പോൾ ലേസൊന്ന് മുറുക്കി കെട്ടിയിട്ട് ഫസ്റ്റ് ഞാൻ 200 ഓടാം, അതിന് ശേഷം 100. ചിലപ്പോൾ ഇത് പക്ക ബോറായി കയറാം, കാരണം ബോറിങ്ങായി കയറാം. കാരണം ഞാൻ അത്ര എക്സ്പീരിയൻസ് ഇല്ല ഇതിൽ, ഫസ്റ്റ് വീഡിയോ ആണ് ലോങ്. അങ്ങനെ ഓരോ വീഡിയോ കഴിയുമ്പോഴും ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരും. കുഴപ്പമില്ലാത്ത എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറമെ ബാക്കിയുള്ളവർക്ക് വാല്യൂ കിട്ടട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. മറ്റേത് ഫുള്ള് ഇൻസ്റ്റാഗ്രാമിലാകുമ്പോൾ മെയിനായിട്ട് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഫോക്കസ് ചെയ്യും. പിന്നെ കുറച്ചും കൂടി വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. ഒരു 200 ഓടിയിട്ട് വരാം. വീഡിയോ കിട്ടിയണോന്നറിയില്ല, ചെക്ക് ചെയ്ത് നോക്കണം മോനെ. അപ്പോൾ ഇനി 100 കൂടി 100 കൂടി ഓടിയിട്ട് പെട്ടെന്ന് പോകട്ടെ. കാരണം എന്താ വെച്ചാൽ ആകാശമൊക്കെ മൂടിയാണ്ട് നിൽക്കുന്നത്. മിക്കവാറും മഴ ചെയ്ത സീനാവും. ഇപ്പം ഇന്നലെയും മഴ ചെയ്താണ്, അപ്പോൾ അതിനൊരു ചാൻസ് കാണുന്നുണ്ട്. ഞാൻ ആദ്യം ലോങ് ഡിസ്റ്റൻസിന് ഓടിയത്, പിന്നെ ഞാൻ ഇതിലേക്ക് മാറി, സ്പ്രിൻറ്റിലേക്ക് മാറി. കാരണം എന്താ വെച്ചാൽ ലോങ് ഡിസ്റ്റൻസിൻ്റെ ഗോൾസ് ആയിട്ട് അലൈൻ ചെയ്ത് പോകണില്ല. അതെന്താ കാരണം വെച്ചാൽ ഞാൻ ഏത് സ്പോർട്ട് എടുത്താലും എന്തെടുത്താലും ഇനിയിപ്പോൾ പഠിക്കുന്ന കാര്യമായിക്കോട്ടെ ഒക്കെ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിലൂടെ കാണുന്ന ആളാണ്. അപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസിൻ്റെ ഒരു പ്രശ്നമാവില്ല, പക്ഷേ ഞാനതൊരു പ്രശ്നമായിക്കാണ്ട് കാണുന്നത് വെയിറ്റ് എല്ലാം കുറയണം. ബോഡി നല്ല ഈ ലോങ് ഡിസ്റ്റൻസിൽ
ഉള്ള 10 കിലോമീറ്റർ ആയിക്കോട്ടെ, 5000 ആയിക്കോട്ടെ, ഇനിയിപ്പോൾ മാരത്തോൺ ആയിക്കോട്ടെ, അതിലൊക്കെ ഉള്ള എലൈറ്റ് അത്ലറ്റ്സിനെ നോക്കിയാൽ മതി. ഓലൊക്കെ ഭയങ്കര മെലിഞ്ഞാണ്ട് കയറും. കാരണം അത്രയും ലോങ് ഭയങ്കര വെയിറ്റും കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം വെയിറ്റ് കുറയണോ അത്രത്തോളം നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എനിക്കാണെങ്കിൽ നല്ല മസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, ഒരു സ്ട്രെങ്ത് ഉള്ള ഒരാണെന്നുള്ള രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മസിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഉള്ളത് നോക്കണ്ട കേട്ടോ, മഞ്ഞപ്പിത്തം വന്നാണ്ടൊക്കെ പോയിക്കണം. പക്ഷേ അങ്ങനെ നമ്മൾ മസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ലോങ് ഡിസ്റ്റൻസ് അത്രയും ഗതിയോട് കൂടും ചെയ്യും. അപ്പോൾ രണ്ടിലും ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതിൻ്റെ പകരം എനിക്ക് ഓടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ ലോങ് ഡിസ്റ്റൻസ് മാറ്റിയാണ്ട് എന്താക്കി സ്പ്രിൻ്റാക്കി. അപ്പോൾ സ്പ്രിൻറ്റേഴ്സിനാകുമ്പോൾ അത്യാവശ്യം മസിലും വേണം. അപ്പോൾ ജിമ്മും നടക്കും, നമ്മുടെ ബോഡി കുഴപ്പമില്ലാത്ത രീതി മെയിൻറ്റെയിനും ചെയ്യാം, എന്നാൽ ഓട്ടത്തിൻ്റെ ആ ഒരു വൈബ് കിട്ടും ചെയ്യും. ആ ഒരു രീതിയിൽ ഞാൻ എടുത്തന്നെ. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ചെയ്യണ ഒരിക്കലും ചീത്ത കാര്യം അങ്ങനെ ഒന്നല്ല കേട്ടോ. അത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അത് ഞാൻ ലോങ് ഡിസ്റ്റൻസ് ചെയ്യണ എല്ലാവരും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം നല്ല പണിയുള്ള പരിപാടിയാണ്. ഞാൻ ഒരു 100 ഓടിയാണ്ട് വേറെ സ്ഥലം വിടട്ടെ. ഇവിടെ മിക്കവാറും ഇപ്പം മഴ പെയ്യും. അവിടെ ലൈനിൽ ഒരു ഫാദറും കുട്ടിയും പന്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഓല് പോവാൻ കാത്തിക്കുന്നു. ഞാൻ എന്തായാലും ഒരു 100 ഓടിയിട്ട് വരാൻ കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നേരെ പോവാം. പോവാ 6 മണിയായി. ഇപ്പോൾ പോയാൽ ബാങ്ക് കൊടുക്കുമ്പോൾ പെരയിലെത്താം. പിന്നെ മന്ത് വർക്കൗട്ടാണ് എഴുതിയാണ്ട് പേടിച്ചൊന്നും വേണ്ടോ. കാരണം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഓട്ടത്തേക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. അത് ആ മഞ്ഞപ്പിത്തം വന്നതിന് ശേഷം പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്യണുള്ളൂ. പിന്നെ നമ്മളപ്പോൾ ഒരു കോച്ച് ഉണ്ടാവലുണ്ട്, അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ എൻ്റെ എനിക്ക് ഓഫീസ് കഴിഞ്ഞാണ് നേരെ ഇവിടെ വർക്കൗട്ട് കഴിച്ചാണ്ട് നേരെ വീട്ടിൽ പോകാൻ, എന്നിട്ട് ഫുഡ് കഴിക്കാന്നുള്ളതിൽ ഞാൻ വന്നതാണ്. അപ്പോൾ എന്തായാലും വർക്കൗട്ട് കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ, ചെറിയ രീതിയിൽ 1/2 മണിക്കൂർ. പോവാ. ഹെൽമെറ്റ് കണ്ടാണ് നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ രാവിലെ ഓഫീസിക്ക് ചങ്ങാതിൻ്റെ ഇപ്പോൾ വരിക. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ വർക്കൗട്ട് ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ ബസ്സിന് പോകണം. ഇങ്ങനെ ഒരു വർക്കൗട്ട് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് നോമ്പാണെങ്കിലും വർക്കൗട്ട് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുങ്ങനെ വർക്കൗട്ട് ചെയ്താണ്ട് ഇപ്പോൾ ജിമ്മാണെങ്കിലും ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യാതെ, ഫുഡ് കഴിച്ചതിൻ്റെ ശേഷമാണെങ്കിൽ പിന്നെ ഹെവി ആയിട്ടൊക്കെ ചെയ്യുക. ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ വല്ല ഹെവിയൊന്നും അല്ലാതെ ഇങ്ങനെ ചെയ്താണ്ട് പോവാം.
ഈ വരി പോയി നല്ല ഫുഡ് കഴിച്ച് ഒന്ന് ഈ വരി പോയി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കണം.